ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളെ ഫാമിലിയിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയുണ്ടോ. ഞാനും കുറച്ച് പീക്കിരി പിള്ളേരും. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് നേരത്തെ വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ബാക്കിലാണ് പോണത്. ഞങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് പീക്കിരി പിള്ളേരെ നമ്മളെ വണ്ടിക്ക് പെറുക്കിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ അങ്ങനെ പോയി. ഷേഖാൻ്റെ അമ്മായിയുടെ മകൻ്റെ ഹൗസ് വാമിംഗ് ആണല്ലോ. അപ്പോൾ ഇതിന് മുൻപേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഷേഖാൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മകൻ്റേതായിരുന്നു. ഇത് ഉപ്പാൻ്റെ വീട്ടിലാണല്ലോ. അപ്പം രണ്ടും കുറച്ച് തൊട്ടായിട്ടാണ് നമുക്ക് ഹൗസ് വാമിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. രണ്ട് പേർക്കും നമ്മൾ ഒരേ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ എന്ത് ഗിഫ്റ്റാണ് കൊടുത്തതെന്നൊക്കെ ഉള്ളത്. വേറെ ഒന്നല്ല, ലൈറ്റാണല്ലോ. ഫാൻസി ലൈറ്റ്, പിന്നെ ഹാങ്ങിങ് ലൈറ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങാൻ വന്ന ടൈമിൽ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ് വേണ്ടിയിരുന്നില്ല. കാരണം ആദ്യമേ വീട്ടിലെ ഹാങ്ങിങ് ലൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ഫാൻസി ലൈറ്റാണ് കേട്ടോ, ചുമരിൽ വെക്കുന്ന ലൈറ്റാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് റൂമിലേക്ക്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹാങ്ങിങ് ലൈറ്റും ഒരു ഫാൻസി ലൈറ്റുമാണ് എടുക്കുന്നത്. ഒരു ചുമരിൽ ഫിറ്റ് ചെയ്യുന്നതും പിന്നെ ഒരു ഹാങ്ങിങ്ങുമാണ് എടുക്കുന്നത്. എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ രണ്ട് ലൈറ്റിൻ്റെ ഭംഗി നോക്കലാണ് എൻ്റെ പണി കേട്ടോ. അനുമോനെ, ഇപ്പം നമ്മളെവിടെയുള്ളത്? ഗൈസ്, ഞങ്ങളിപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ ഗിഫ്റ്റ് വാങ്ങാം. ഇതാകുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടാവും ചെയ്യും. കൊടുക്കണവർക്കൊരു സന്തോഷം, കിട്ടണവർക്കൊരു സന്തോഷം. ഫുൾ അടിപൊളി കളക്ഷൻസ് ആണ്. നമ്മളെ കുഞ്ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ കടയിലാണ് ഓനെ നിൽക്കുന്നത്. ഫുൾ ഹാങ്ങിങ് ലൈറ്റ്, നമ്മൾ ഫാൻസി ലൈറ്റ്, എല്ലാ ഐറ്റംസും ഉണ്ട് ഗൈസ്. ഭയങ്കര സെറ്റാണ്. മറ്റുള്ള അവിടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സെലക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഫുൾ ലൈറ്റ് ഓഫ് ആക്കിക്കണത്. ഫുൾ ലൈറ്റ് ഇട്ടിട്ട് ഞങ്ങൾ വന്ന് കയറിയ ടൈമിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടോ. ഞങ്ങൾ ഒരു ഹാങ്ങിങ് ലൈറ്റും പിന്നെ ഒരു നമ്മളെ ഫാൻസി ലൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ വെക്കാൻ പറ്റുന്ന ഫാൻസി ലൈറ്റും ഒരു ഹാങ്ങിങ് ലൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളെടുത്ത ലൈറ്റ് ഏകദേശം ഈ ഒരു ലൈറ്റിൻ്റെ സെയിം ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്നൊരു ഫാൻസി ലൈറ്റ്. ഷേഖാൻ്റെ കണ്ടും ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് കേട്ടോ. തൊട്ടും പിടിച്ചതിൻ്റെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആർഭാടായി പോകും. നമ്മളെ കൊണ്ട് താങ്ങാത്ത റേറ്റ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ സിംഗിൾ പീസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഗൈസ്, ഗിഫ്റ്റ് വാങ്ങി ഞങ്ങൾ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കോട്ടയപ്പാടത്ത് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും പാപ്പാൻ്റെ കുട്ടികളാണ് വണ്ടിയിലുള്ളത്. ഓല് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കോട്ടയപ്പാടത്ത് കടയിലായിരുന്നു. അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ കടയിൽ വന്ന് അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും വാങ്ങി ഞങ്ങൾ നേരെ പുറ്റാനിക്കാട്ട് ഇട്ടു. അവിടെയാണ് ഹൗസ് വാമിങ്. കോട്ടയപ്പാടത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും മൗലൂദ് കഴിയാറായിട്ടുണ്ടായിരുന്നു. എന്തായാലും ദോയയിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ദോയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടു. വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് ആ കാണുന്ന വീടാണ്ടോ അല്ലേ, പഴയ വീട്, തറവാട് വീട്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഒരു തൊടുവിൽ തന്നെയാണ് കയറ്റിയിട്ടുള്ളത്. നമ്മൾ വീട് കയറ്റുന്ന പോലെ തന്നെയാണോ, തൊട്ടാണ് വീട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. നിഷേഖാൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അമ്മായി ഉണ്ടോ, അതായത് ഉപ്പാൻ്റെ പെങ്ങൾ, പിന്നെ ഓലെ മക്കളൊക്കെയാണ്. അവരൊന്നും അധികം നമ്മളെ വീഡിയോസിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാളിക്കുന്ന വീഡിയോസ് ആയിരിക്കും. കോടവാടത്തെ വീഡിയോസൊക്കെ കുറവാണ് ഇന്ത്യയിൽ. പിന്നെ അവർക്കൊക്കെ ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ. മാളിക്കൊന്നും തന്നെ നമുക്കൊരു പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കാം, ആർക്കും ഒരു വിഷയമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കാത്തതാണ് കേട്ടോ. ഫുഡ് അടി കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു റെസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയപ്പോൾ ഈ ഒരു പേവിൻഡോ കണ്ടു. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ പ്ലാനിൽ ഇത് വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ ശേഷം നമുക്കത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. നമുക്ക് ഒഴിവാക്കിയത് വേണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ തൊട്ടടുത്തുള്ളൊരു വീടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. കണ്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രം. 2 റൂമാണ് കേട്ടോ. 2 റൂമിലും ഈ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഉപകാരമാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളത് ചെയ്തില്ല. പിന്നെ ദേ ഡൈനിങ് ഹാളും എല്ലാം നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. 2 അടുക്കള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുൾ നമ്മൾ ഈ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് വീഡിയോ എടുത്താൽ സെറ്റ് ആവില്ല. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആളൊഴിഞ്ഞ ടൈമിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോയി എടുത്ത വീഡിയോ ഉണ്ടത്. അടുക്കളയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്ത് വേറൊരു അമ്മായിയുടെ വീടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 അമ്മായികളെ വീടും തൊട്ടാണ്. അപ്പോൾ 3 അമ്മായികളാണ്. ഉപ്പാക്ക് 3 പെങ്ങന്മാരാണ്. ഒരാൾ നമ്മളെ വീടിൻ്റെ കോട്ടയപ്പാടത്ത് അടുത്ത് തന്നെയാണ്. ബാക്കി 2 ആളും പുറ്റാനിക്കാട് ഇവിടെ തൊട്ടാണോ. അപ്പോൾ അവിടെ നിറച്ച ആടും കുട്ടികളും മാടൊക്കെ ഉണ്ടായിരുന്നു. അതിനെടുത്തിട്ട് കുറച്ച് നേരം കൊഞ്ചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞു ആടുകളെ. പിന്നെ കിട്ടിയ അവസരം മുതലാക്കിയതിന് ശേഷം
ഇടിച്ചക്കൊക്കെ ഇടുന്നുണ്ട്. അവിടെ നിന്ന് ഓല അറുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ മക്കളാണ് ഇവരൊക്കെ. അപ്പോൾ ഈ അമ്മയ്ക്കാണ് ആടുകളൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് ഇടിച്ചക്കയൊക്കെ കവറിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉമ്മാൻ്റെ ഏട്ടത്തിയുടെ വീടാണ് കേട്ടോ. അതായത് അവിടെ തന്നെ തൊട്ട് കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീടും കൂടി ഉണ്ട്. അവിടെയും കൂടി പോകാമെന്നുണ്ട്. അവലും അവിടെ 3 മക്കളൊക്കെ ആയിട്ട് വീടുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, മാളിക്കുന്നിലെ ഫാമിലിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അത് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അമ്മോൻ്റെ മരുമകനും പേരക്കുട്ടികളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവളെ. ഞാനതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുട്ടിക്കാലം മുതൽക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, അതാണ്. ഓളുടെ മക്കളാണ് ഈ 2 ആൾ. കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനാവാൻ അവസരമുള്ള ഒരു കല്യാണമുണ്ട്. ഫുൾ നമ്മളൊക്കെ തന്നെ ആയിരിക്കും സെറ്റാക്കുന്നത്. അപ്പോൾ അങ്ങനെ പെങ്ങന്മാരനെയാണല്ലോ ആങ്ങളാരെ കല്യാണത്തിന് മെയിനാവുക. അങ്ങനെ ഒരു കല്യാണമൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.